guys, welcome back to my YouTube channel. This is Tejtango and you're watching Tejtango Diaries. അല്ല ഞാൻ അമ്മോട് പറഞ്ഞു ഞാൻ പറയുമ്പോൾ എൻ്റെ വായിൽ മൈക്ക് വെക്കാൻ. അപ്പോൾ ഞാൻ ഈ സാധനം ആക്കിയത് അമ്മ വേഗം എൻ്റെ വായിൻ്റെ ഉള്ളിൽ കൊണ്ട് തുരുകുന്നു. അപ്പോൾ ഇന്ന് എന്താണ് ചേച്ചിൻ്റെ എന്തൊക്കെയാണ് തോന്നുന്നത്? ചേച്ചിൻ്റെ എന്ത് കോൺവൊക്കേഷനാ എന്തൊക്കെയോ പറയും. ഗൈസ് നമ്മുടെ ചേച്ചി എൻറോളൊക്കെ ആയി കഴിഞ്ഞിട്ട് അറിയാം അങ്ങനെ പറയാം. കോളേജ് ഇതുവരെ അവർക്കൊന്നും കൊടുത്തില്ല അല്ലേ. എന്തായാലും കുറേ മാസം കഴിഞ്ഞിട്ടാണ് കോളേജുകാർ അവരെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ ആവേശമൊന്നുമില്ല, കാരണം ഞാൻ ഡെയിലി പോണ സ്ഥലത്തേക്ക് ഇവരൊക്കെ ഒരുങ്ങി പോകുമ്പോൾ എനിക്ക് ഒരുങ്ങി പോകാൻ തോന്നുന്നില്ല. പിള്ളേരൊന്നും ഇല്ലല്ലോ. ഇല്ല എന്തിന് പിള്ളേരെ കാണിക്കാനല്ലേ നമ്മൾ കോളേജിൽ ഒരുങ്ങി പോകുന്നത്. ഇതല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആയിട്ട് അമ്മ ഫുൾ റെഡിയായി കഴിഞ്ഞു. ഞാൻ കുറച്ച് എണീക്കാൻ ലേറ്റായി. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം റെഡി ആവട്ടെ. അപ്പോൾ ഗൈസ് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഞാനൊന്ന് ബ്ലാക്ക് ഇടണം. നിങ്ങൾ ബ്ലാക്ക് ഇട്ടപ്പോൾ കാണിച്ചുതരാം. അപ്പോൾ ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീക്ക് പോവാം. സോ ഗൈസ് ഞാൻ എൻ്റെ ഡ്രസ്സ് ഇട്ടു. എനിക്ക് ആക്ച്വലി പ്ലെയിൻ ഇങ്ങനത്തെ ബ്ലാക്ക് ഡ്രസ്സ് നല്ല ഇഷ്ടമാണ്. നല്ല ഇതൊക്കെ പക്ഷേ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യണം. കമ്മലുമാലൊക്കെ ഇട്ടിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഈ മറ്റേ സ്ലിറ്റ് ഞാൻ ഇടത്തില്ല, കാരണം അതിൻ്റെ അടിയിൽ ഞാനൊരു സ്കേർട്ട് ഇടാൻ പോലെ. ഞാൻ തന്നെ പഠിക്കുന്ന കോളേജ് ആയതുകൊണ്ട് എനിക്ക് അവിടെ ഇങ്ങനെ പോകാൻ അത്രയ്ക്ക് ധൈര്യമില്ല. അപ്പോൾ നമുക്കിനി നേരെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഈ വിറ്റാമിൻ സിൻ്റെ സീറം നമ്മുടെ ഫേസിന് ഭയങ്കര നല്ലതെന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് ഞാൻ കുറേ സീറം യൂസ് ചെയ്തിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഡെർമാക്കോൻ്റെ 15% വിറ്റാമിൻ സി ഫേസ് സീറമാണ്. സോ ഇപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഈ സാധനമൊക്കെ ഒന്ന് യൂസ് ചെയ്യല്. സോ ഈ ഒരു സീറത്തിൻ്റെ വേറൊരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ സ്കിൻ കുറച്ച് ബ്രൈറ്റൻ ആവുന്ന പോലെയും ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ആവുന്ന പോലെയും തോന്നി. ആൻഡ് ഇതിനകത്ത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആയ 5% നയാസിനമൈഡ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്ലെമിഷസിനെയും ആക്നെയും മാർക്സിനെയും ഒക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവും ഈ ഒരു അടിപൊളി സാധനത്തിനുണ്ട്. ഇത് ആക്ച്വലി വിറ്റാമിൻ സി സീറം നമുക്ക് ഒരു മസ്റ്റ് ഹാവ് തിങ് ആണ്. പക്ഷെ ഞാൻ അതിനകത്ത് പ്രിഫർ ചെയ്യുന്നത് ഡെർമാക്കോ ആണ്, ബിക്കോസ് എനിക്ക് അതിൽ നിന്നാണ് നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സീറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ പാലക്കാട് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ ചൂടിന്ന് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റാണ്, അല്ലെങ്കിൽ നല്ലപോലെ ടാനായി നമ്മൾ കരിഞ്ഞു പോകും. സോ ഞാൻ ഇവിടെയും ഡെർമാക്കോൻ്റെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു സാധനമാണ്, കുറച്ചുകൂടെ കൂളായിട്ടുണ്ട്. അയ്യോ ഓക്കെ. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നല്ല രസമാണ്. അതിൻ്റെ ടെക്സ്ചറും ഭയങ്കര നല്ലതാണ്. കഴുത്തൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ച് പോകുന്നത് കൊണ്ട് കഴുത്തിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം ഗൈസ്. പിന്നെ ഡെർമാക്കോൻ്റെ ഒരു അമേസിംഗ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യങ് സയൻറ്റിസ്റ്റ് ഇനിഷ്യേറ്റീവിലൂടെ അവർ 20,000+ സ്റ്റുഡൻസിനെ എംപവർ ചെയ്യുന്നുണ്ട്. ഓരോ പർച്ചേസിലൂടെയും നിങ്ങളൊരു കുട്ടിയുടെ എഡ്യൂക്കേഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ത്രൂ ദ ഭൂമി ഫൗണ്ടേഷൻ. പിന്നെ ഡെർമാക്കോൻ്റെ എല്ലാ പ്രോഡക്ട്സും ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. ആൻഡ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ കോഡായ ഡയറീസ് 2025 നിങ്ങൾ ഡെർമാക്കോൻ്റെ ഒരു വെബ്സൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ dermaco.com അതാണ് അവരുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. പിന്നെ ഇവർ ഈ പ്രോഡക്ട്സ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിളും അവൈലബിൾ ആണ്. സോ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുക. എന്തായാലും ഞാൻ പറയുമെങ്കിൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള 2 പ്രോഡക്റ്റ്സ് ആണിത്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും വാങ്ങാം. സോ നമുക്കിനി വേഗം പോയിട്ട് കണ്ണെഴുതി സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് ഞാൻ റെഡി ആയിട്ട് അമ്മ പെണ്ണി തുറ വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വരാം. ഗൈസ്, ഞാൻ റെഡി ആയിട്ട് കഴിഞ്ഞു. ആക്ച്വലി എൻ്റെ ഈ മുടി ഫ്രണ്ടത്തെ ബാങ്ക്സ് ഇതിങ്ങനെ ഇടണോ? ഇതിപ്പോൾ ആക്ച്വലി കറക്റ്റ് അല്ല. എനിക്ക് 2 കൈയും വെച്ചാൽ ശരിയാക്കണം. ഇങ്ങനെ ഇടണോ അതോ ഞാൻ ഓപ്പൺ ഹെയർ ആക്കി സ്ലൈഡൊക്കെ മാറ്റി ഇട്ടാൽ മതിയോ എന്ന് എനിക്കറിയില്ല. അമ്മയോട് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഹായ് പറമ്മ. അങ്ങനെ അമ്മൻ്റെ മൂത്ത മോൾ ഒഫീഷ്യലി ഒരു തള്ള അയക്കണ് അല്ലേ? ഇന്നും കൂടെ കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ചെറുതി വീട്ടിലുള്ളത്, ബാക്കി എല്ലാവർക്കും നല്ല പ്രായം അയക്കണേ. അങ്ങനെ ഞാനും അമ്മയും ഞങ്ങളെ കോളേജിലെത്തി. എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, കാരണം എനിക്കിവിടെ വരുന്നത് വലിയ ഇഷ്ടമില്ല. നമ്മൾ സാധാരണ ഞാൻ വണ്ടി നിർത്തുന്ന അവിടെയാണ് വണ്ടി നിർത്തിയത്. എന്നുവെച്ചാൽ നമുക്ക് ലോ കോളേജിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നത്. പക്ഷെ പരിപാടി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അതിന് അറ്റത്താണ്, നടക്കണം. അയ്യോ. ഗൈസ്, അമ്മ ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് അമ്മേനെ മലയിലൂടെയും പാറയിലൂടെയും കടത്താം. ടൂടു എക്സൈറ്റഡ് ആണോ? ആ കുളത്തിലല്ല, ഇത് കൂടെ. ശരി, എൻ്റെ പിന്നാലെ വാ. ഗൈസ്, ലൈഫിൽ അഡ്വഞ്ചർ വേണമല്ലോ, നമുക്ക് അമ്മേനെ കൊണ്ടുപോവാം. കയറി വാ. മനസ്സിലായോ? ഞാൻ എൻ്റെ കോളേജിൽ മറ്റേ കാടും മലയും കയറിയിട്ടാണ് പോകണമെന്നിപ്പോൾ. നിങ്ങളൊക്കെ കുറേ കഥ പറയുമല്ലോ.
നമ്മൾ ഈ പാറയിലൂടെയാണ് അപ്പുറത്തെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് സാധാരണ പോലെ. ട്രക്കിംഗ് ആണ്. വാ വാ, എത്തി. ഇപ്പം മനസ്സിലായി ഞങ്ങളുടെ കഷ്ടപ്പാടിനെ പറ്റി. നിന്റെ ബിൽഡിംഗ് അപ്പുറത്തല്ലേ? എന്നാലും നമ്മൾ ഇവിടെ പരിപാടിക്കൊക്കെ വരുമ്പോൾ കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലായോ? ആക്ച്വലി 9 മണിക്കാണ് വരാൻ പറഞ്ഞേ. സമയം എത്രയാണ്? സമയം 10. അത്ര വൈകിട്ടൊന്നുമില്ല, ജസ്റ്റ് 1 hour. 1 hourൽ വലിയ കാര്യമൊന്നുമില്ല. ഗൈസ്, നമുക്കായിരിക്കും ഇവർ ലിഫ്റ്റൊന്നും ഉപയോഗിക്കാൻ തരില്ല. അതിപ്പോൾ അമ്മയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് മെയിൻ ലിഫ്റ്റിലാണ് പോകുന്നത്. നിഹാല് പറയും ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് പൊങ്ങുമ്പോൾ അവനെന്തോ രാജകീയമായി തോന്നും. ഓക്കെ, നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാം. ഗൈസ്, അമ്മക്ക് നല്ല സന്തോഷം തോന്നി. എന്തിനാ സന്തോഷം തോന്നിയത്? അല്ല, ക്ലാസ് ശരിക്കും LKG പോലുണ്ട്. എന്ത് നേരെ പറ. LKG പോലെ ക്ലാസ്. ചേച്ചി എവിടെ? അറ്റത്ത് നിൽക്കുന്നുണ്ട്. അവിടെ എവിടെ? എന്ത് തോന്നുന്നു ഇന്ന് കോൺവൊക്കേഷന്? രാവിലെ നീ കണ്ടായിരുന്നല്ലോ. എനിക്കെന്താ തോന്നിയെന്ന് രാവിലെ നീ കണ്ടായിരുന്നല്ലോ. ഇന്നലെ ഇവരൊക്കെ നമ്മുടെ വീട്ടിലായിരുന്നു. എൻ്റെ ഉറക്കവും കളഞ്ഞ് ഇവർ റെഡിയായി. ഞാൻ എല്ലാം അറിയണ്ടായിരുന്നു. ഞങ്ങൾ എന്തോരം വെള്ളം വെച്ചിട്ട് പോലും നീ എണീറ്റില്ലല്ലോ. എൻ്റെ കാലിലടക്കം ഒരേ സാധനം വീഴുമ്പോൾ അപ്പം മാത്രം എനിക്ക് അങ്ങോട്ട് ചവിട്ടി കളയാൻ തോന്നി. വെള്ളം വെച്ച് ലേറ്റ് ഇട്ട് എന്നിട്ട് പോലും എണീറ്റില്ല. അതാ വന്നു ടണ്ടടേ. അല്ല, അവള് സ്വന്തം അനിയത്തിനെ അമ്മേനെ നോക്കണില്ല. അവൾ അപ്പുറത്താണ്. ഗൈസ്, ബൂട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ബൂട്ട് പൊട്ടിച്ചപ്പോ പുതിയ ചെരുപ്പ് വാങ്ങി. ഫേസ് കോട്ട് അവിടെ ഉണ്ടായിരുന്നോ? എന്ത് ഭംഗി അശ്വതിനെ കാണാൻ. ആ സാധനം ഊര്. നല്ല രസമുണ്ട്. അതാ അവിടെ ആരൊക്കെയോ കുട്ടികൾ. അതെൻ്റെ ചേച്ചിൻ്റെ ഒപ്പം പഠിച്ച ചേച്ചീൻ്റെ കുട്ടിയാണ്, അഫ്സാനയുടെ. നല്ല രസമുണ്ട്. ചേച്ചി, നിനക്കും വേണ്ട ഇതുപോലെ ഒന്ന്. എന്ത് നിർബന്ധിക്കുന്നുണ്ട് കല്യാണത്തിന് വീട്ടില് ഇവള്. സത്യം, ചേച്ചി നല്ലപോലെ നിർബന്ധിക്കുന്നുണ്ട്. ഇല്ല. ഓ, എന്ത് തോന്നുന്നു കോൺവൊക്കേഷനായിട്ട്? വളരെ സന്തോഷം തോന്നുന്നു. ഹായ് ഉമ്മ, എന്ത് തോന്നുന്നു പറ കോൺവൊക്കേഷനായിട്ട്? നല്ല സന്തോഷം. എന്ത് തോന്നുന്നു? സന്തോഷം. ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞേക്കാണ്, വേഗം പോ. സന്തോഷം. ഞങ്ങളുടെ ഗ്യാങ് മൊത്തം ഫില്ലായി. ഇപ്പം നിങ്ങളൊക്കെ ജോലി ചെയ്ത് വേറൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന അഡൾട്ട്സായി, നല്ല പ്രായമായി. എന്താ എന്തിനാ ഈ പ്രായം പറയണം? അമ്മക്ക് ഇഷ്ടപ്പെടും. അമ്മ ഒഫൻഡഡ് ആയിട്ടൊന്നും. പക്ഷെ നിങ്ങൾ എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ വന്നിരുന്നു. ആക്ച്വലി ഇപ്പം എന്താ തോന്നണമെന്നുള്ളത് സത്യമായി പറ. പോസ്റ്റ്. പക്ഷേ ഏസി ഉള്ളത് കൊണ്ടൊരു സുഖമുണ്ടല്ലേ? വെറുതെ ഇരിക്കല്ലോ. ഒത്തിരി പാട്ടെങ്കിൽ നല്ലത് വെച്ചു. അതല്ലേ പാട്ട് ചുറ്റും കേൾക്കുന്നില്ലല്ലോ. നോക്കാം. എനിക്കാണെങ്കിൽ ആ തൊപ്പി അറിയുന്നതൊന്ന് വീഡിയോ എടുത്ത് സ്ലോ മോഷനിൽ ഇടണം എന്നുണ്ട്. അതാണ് എൻ്റെ ആഗ്രഹം. തൊപ്പി എഴുതിയോ? എന്തോ ശരി. എന്ത് തോന്നുന്നു? ഡാൻസ് ചെയ്യ്. ഗൈസ്, ആനയ്ക്കിടുന്ന BGM, മാസ് BGM ഇട്ടിട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. സംഭവം താഴെ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളെ മുകളിലിരുത്തി. എന്നിട്ട് നമ്മൾ പ്രൊജക്ടറിലാണ് കണ്ടത്. അതുകൊണ്ട് മര്യാദക്കൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ കുഴപ്പമില്ല. ഇനി താഴെ പോയി തൊപ്പി എറിയും. അതൊന്നും നേരിട്ട് കാണണമെന്നുണ്ട്. അമ്മക്ക് തൊപ്പി എറിയുന്നത് നേരിട്ട് കാണണോ? ഗൈസ്, ഇപ്പം ചേച്ചി ഇത് കൂടെ വരും. ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ്. അവളെവിടെ? എന്താ മോളെ, ഫോട്ടോ ഉണ്ട്. തൊപ്പിയെടുത്ത് എപ്പോഴും എറിയണേ? ഓക്കെ, അയ്യോ എന്നാ വരാം. ഗൈസ്, അങ്ങനെ ആ നിമിഷം വന്നെത്തുകയാണ്. എൻ്റെ ചേച്ചി തൊപ്പി എറിയാൻ വേണ്ടി പോവാണ്. അമ്മ, നമ്മൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? ചേച്ചിൻ്റെ ഇത് തൊപ്പി എറിയുന്നത് കാണാൻ. അവരവിടെ നിൽക്കാനുള്ള പരാക്രമങ്ങൾ നടത്തുകയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മളൊരു 100
1000 ഫോട്ടോ എടുത്തു. ഓ ഇവരൊക്കെ മറ്റേ ആ ബ്ലാക്ക് കോട്ട് മാറ്റി ഇപ്പൊ രസമുണ്ട്. മോഡൽ അശ്വതിയല്ലേ? അതെ, നല്ല സുന്ദരികളായുണ്ട്. എവിടെ എൻ്റെ ചേച്ചി? പാലക്കാടിൻ്റെ ചൂട് ചെറിയൊരു കാര്യമാണോ അമ്മ? അയ്യോ അല്ലടാ, നമ്മളെല്ലാവരും മരിച്ചു. ഫുഡ് ഉണ്ടായിരുന്നു ലഞ്ച്, പക്ഷെ എനിക്ക് നമ്മുടെ ക്യാൻറ്റീനിലത്തെ ഫുഡ് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യും. അല്ലടാ, വേറെ എന്തൊക്കെയാണ് ബിരിയാണിയും ചിക്കനും മറ്റും. നമ്മുടെ ക്യാൻറ്റീനിലും ചിക്കൻ ബിരിയാണി വെക്കലുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പൊതുവേ ക്യാൻറ്റീനിലത്തെ ആ ഒരു ആംബിയൻസ് കുറച്ച് രസമാണ് എന്നാലും. അപ്പോൾ ഞാൻ കഴിച്ചില്ല, ഇവരൊക്കെ കഴിച്ചു. എന്നിട്ട് കഴിക്കാത്ത എന്നെ കൊണ്ടാണ് എൻ്റെ അമ്മ വണ്ടി ഓടിപ്പിക്കണത്. അപ്പോൾ ഒന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് മര്യാദക്ക് ഭക്ഷണം കഴിച്ച് കിടക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ചേച്ചിൻ്റെ അടുത്ത് എന്താ പറയണമെന്ന് കൂടി ചോദിച്ചിട്ട് നേരെ വീഡിയോ അവസാനിപ്പിക്കും. ഗൈസാണ് ഇന്നലെ ആയിരുന്നു അവളുടെ കോൺവൊക്കേഷൻ. എന്ത് തോന്നുന്നു മൊത്തത്തിൽ കോളേജിൽ നിന്ന് ഇറങ്ങി ഒരു അഡൾട്ട്ഹുഡിലേക്ക് പോയി എന്നൊരു തള്ളയായി. അത് നേരത്തെ തൊട്ടേ ഇല്ല. ഞങ്ങൾ കോൺവെക്കേഷനും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്നിട്ട് ഇപ്പം എന്ത് തോന്നുന്നു? അതും കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ കാണുമ്പോഴൊക്കെ സങ്കടമൊക്കെ വന്നായിരുന്നു, കയറുമ്പോഴൊക്കെ ഒരു നോസ്റ്റോഫീലൊക്കെ ആയിരുന്നല്ലോ. അപ്പം തള്ളയായി എന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ട്? അങ്ങനെയൊന്നും ആയിട്ടില്ല. ശരി, ജോലി ചെയ്യുന്ന ഓഫീസ് ജീവിതം എങ്ങനെയുണ്ട്? ഇഷ്ടമാണോ? പക്ഷെ എൻ്റെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചേച്ചി. എനിക്ക് നല്ലൊരു ഭാവി ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാ കൊണ്ടും ശുഭങ്ങൾ അല്ല ശുഭങ്ങൾ നേരട്ടെ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ നിനക്ക് പറയണം? നന്ദി പറ, കൈ തൊഴുത് നന്ദി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് സബ്സ്ക്രൈബ് എന്താ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ പറ. ബോയ് ചേച്ചി.